വൈഷൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. BA ഹിസ്റ്ററി കോഴ്സിലെ 5th സെം വേൾഡ് ഹിസ്റ്ററി 3യിലെ സെക്കൻഡ് മോഡ്യൂളിലുള്ള തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഇമ്പീരിയലിസം എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം അല്ലേ, എങ്ങനെയാണ് സാമ്രാജ്യത്വം വ്യാപിച്ചത്, എന്താണ് സാമ്രാജ്യത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, കൊളോണിയലിസവും അതേപോലെ തന്നെ ഇമ്പീരിയലിസവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടത്. ഈ വീഡിയോയിലൂടെ കാണുന്നത് തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇമ്പീരിയലിസവുമായി ബന്ധപ്പെട്ട വേരിയസ് തിയറീസ് എന്താണ്, ഈ വേരിയസ് തിയറി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ഇമ്പീരിയലിസം റെഫേഴ്സ് ടു ദ എക്സ്പാൻഷൻ ഓഫ് ക്യാപിറ്റലിസം ഇൻ ടു ന്യൂ ഏരിയാസ്, the unequal development of different countries and economic system dominated some countries over others. അതൊക്കെയാണ് ഈ തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഇമ്പീരിയലിസ്റ്റ് തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന മാർക്സിസ്റ്റ് തിയറികളാണ്. അപ്പോൾ മാർക്സിസ്റ്റ് തിയറീസ് ഓഫ് ഇമ്പീരിയലിസം were substantiated during the 1909 and 1910 to the explain the collapse of capitalism and the origin of imperialism. Imperialism also arises because of the increased concentration of wealth which leads to underconsumption. അപ്പോൾ മാർക്സിസ്റ്റ് തിയറിയാണ് അല്ലേ പ്രധാനമായിട്ടും. മാർക്സിസ്റ്റ് തിയറീസ് ഓഫ് ഇമ്പീരിയലിസം വേർ സബ്സ്റ്റാൻഷിയേറ്റഡ്. എന്താണ് സബ്സ്റ്റാൻഷിയേറ്റഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധൂകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് തിയറി ഓഫ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സാധൂകരിക്കപ്പെടുന്നത് 1909-നും 1910-നും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളാപ്സ് ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെ പതനം, അതോടൊപ്പം തന്നെ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഇമ്പീരിയലിസം, എന്നിട്ട് അതിനുശേഷം സാമ്രാജ്യത്വവാദം എന്ന് പറയുന്നതിൻ്റെ ഉദയം. അതാണ് പ്രധാനമായിട്ടും തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Imperialism also arises because of the increased concentration of wealth which leads to under consumption. അപ്പോൾ ഇമ്പീരിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അറൈസസ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, സമ്പത്ത് അമിതമായിട്ട് കുന്നുകൂടുക, വിച്ച് ലീഡ്സ് ടു ദ അണ്ടർ കൺസംഷൻ. ഇപ്പോൾ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോഗമാണെന്ന് നമുക്കറിയാം. ഇവിടെ അണ്ടർ കൺസംഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺസംഷൻ ഓഫ് ലെസ് ദാൻ പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് caused by insufficient purchasing power and is a cause of business depression. അതാണ് പ്രധാനമായിട്ടും അണ്ടർ കൺസംഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ ഇമ്പീരിയലിസം ഓൾസോ എറൈസസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് അമിതമായിട്ട് ഒരു പറ്റം ആളുകളുടെ അല്ലെങ്കിൽ ഒരു പറ്റം രാജ്യങ്ങളുടെ കൈകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വിച്ച് ലീഡ്സ് ടു അണ്ടർ കൺസംഷൻ. അത് ഉപഭോഗത്തിൽ കുറവ് വരുത്തുക, കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ ഉപഭോക്താവിന് സാധിക്കാതെ വരുന്ന ആ അവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് പ്രധാനമായിട്ടും അണ്ടർ കൺസംഷൻ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇമ്പീരിയലിസമാണ് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഒരുപാട് ആളുകളുടെ കൈകളിൽ കുമിഞ്ഞു കൂടുന്നതും. സിൻസ് ദ സ്റ്റേറ്റ് ഓഫ് represents the capitalist interest, it is not possible to reduce under consumption effectively through liberal strategies. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഓറിയൻറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ യാതൊരു രക്ഷയുണ്ടാവില്ല. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ വെൽത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ വ്യക്തികളുടെ കൈകളിൽ കുന്നുകൂടുന്നു. അവിടെ കൺസംഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് വരുന്നില്ല. അപ്പോൾ ലിബറൽ സ്ട്രാറ്റജികളിലൂടെ സാധാരണക്കാർക്കും കൂടെ സാധന സേവനങ്ങളും ഉപയുക്തമാക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ എവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല? ക്യാപിറ്റലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സ്റ്റേറ്റിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ് മാറണം അല്ലേ. സ്റ്റേറ്റ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ലിബറൽ ആയിരിക്കണം, ഉദാരമായിട്ടുള്ളതായിരിക്കണം, സ്റ്റേറ്റ് സ്ട്രോങ് ആയിട്ടുള്ളത് ആയിരിക്കണം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. സിൻസ് ദ According to Marx, the relationship between England and India passed through three phases. The first phase was the primitive accumulation of capital by plunder by the East India Company for England. The second phase included the expanded reproduction of capital, in which the economic strength of capital generates profit for themselves. The third phase indicates that in order to sustain India as a market for the British goods, it is important to create productive power in the colony.
അപ്പോൾ അക്കോർഡിംഗ് ടു മാർക്സിൻ്റെ അഭിപ്രായത്തിൽ റിലേഷൻ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഇന്ത്യ പാസ്ഡ് ത്രൂ 3 ഫേസസ്, 3 ഫേസുകളിലൂടെയാണ് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഫസ്റ്റ് ഫേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. പ്രാചീനമായ രീതിയിലുള്ള അക്യുമുലേഷൻ. എന്താ അക്യുമുലേഷൻ എന്ന് പറയുന്നത്? ശേഖരിക്കുക അല്ലേ. പ്രാചീനമായ രീതിയിൽ ക്യാപിറ്റൽ ശേഖരിക്കുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പ്ലണ്ടർ ഓഫ് കോളനീസ് അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? ഇന്ത്യയെ കോളനിയാക്കി മാറ്റുകയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഫേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇൻക്ലൂഡഡ് ദ എക്സ്പാൻഡഡ് റീപ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ വിച്ച് ദ എക്കണോമിക് സ്ട്രെങ്ത് ഓഫ് ദ ക്യാപിറ്റൽ ജനറേറ്റ് പ്രോഫിറ്റ് ഫോർ ദംസെൽസ്. അതായത് അവരുടെ കയ്യിൽ കുറേ ക്യാപിറ്റൽ കുന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ ഇന്ത്യയിൽ തന്നെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുക, എന്നിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതായത് അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് അവർ വലിയ വലിയ ഫാക്ടറികളൊക്കെ പണിതു. ആ പണിത ഫാക്ടറികളിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ തന്നെയുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് കൂടുതൽ ഉൽപ്പാദനം നടത്തുകയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതാണ് സെക്കൻഡ് ഫേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് ഫേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് indicate that in order to sustain India as a market for the British goods, it is important to create productive power in the colony. അതായത് മാർക്കറ്റാക്കി മാറ്റുക. അതായത് ബ്രിട്ടീഷ് ഗുഡ്സുകൾ വിറ്റഴിക്കാൻ പോകുന്ന ഒരു മാർക്കറ്റാക്കിയിട്ട് ഇന്ത്യനെ മാറ്റുക എന്നുള്ളതാണ് തേർഡ് ഫേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് പ്രൊഡക്റ്റീവ് പവർ ഇൻ ദ കോളനികളിലെ പ്രൊഡക്റ്റീവ് പവർ കൂട്ടുക, കോളനികളെ കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കി മാറ്റുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ ഘട്ടത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. Thus, the process of industrialization of the colonies led to the spread of capitalism through the transfer of capital from the developed capitalist countries to the colonies. Thus, the process of industrialization of the colonies, അതായത് ഈ കോളനികളെ വ്യാവസായികവൽക്കരിക്കുന്നതിലൂടെ എന്താണ് ഇവരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെ വ്യാപനമാണ്. ത്രൂ ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഫ്രം ദി ഡെവലപ്ഡ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ടു ദ കോളനീസ്. അതായത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റലിൻ്റെ ട്രാൻസ്ഫർ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അവരവരുടെ കോളനികളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയിട്ട് നിർമ്മിത വസ്തുക്കളാക്കി മാറ്റുകയും നിർമ്മിത വസ്തുക്കളെ വിറ്റഴിക്കുന്ന കോളനികളായിട്ട് കമ്പോളങ്ങളാക്കിയിട്ട് അധിനിവേശ രാജ്യങ്ങളെ മാറ്റുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാർക്സിസ്റ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1909 1910 ഒക്കെ ഇടയിലാണ് പ്രധാനമായിട്ട് ഇത് നിലവിൽ വരുന്നത്. ഇതിലൂടെ നമ്മൾ സാധൂകരിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളാപ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ദ ഒറിജിൻ ഓഫ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ഇതിലൂടെ സാധൂകരിക്കപ്പെടുന്നത്. അതായത് പ്രധാനമായിട്ടും കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, കുറച്ച് ആൾക്കാരുടെ കൈകളിൽ വെൽത്ത് കുമിഞ്ഞുകൂടുന്നു. അപ്പോൾ സാധാരണക്കാർക്ക് കൺസംഷന് ഉപയോഗിക്കാൻ പറ്റാതായിട്ട് അത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കൺസംഷൻ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എപ്പോഴും എങ്ങനെയാവണം? സ്റ്റേറ്റ് കുറച്ചും കൂടെ ലിബറലായിട്ട് മാറണം എന്നാണ് കാൾ മാർക്സിൻ്റെ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ മാർക്സ് പറയുന്നുണ്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹം ഉദാഹരണമായി എടുക്കുകയാണ്. പ്രധാനമായിട്ടും അതിന് 3 ഫേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫേസിൽ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. സെക്കൻഡ് ഫേസിൽ പ്രധാനമായിട്ടും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ഉൽപ്പാദനം നടത്തുന്നതാണ്. മൂന്നാമത്തെ തേർഡ് ഫേസിൽ പ്രധാനമായിട്ടും മാർക്കറ്റ് ആക്കിയിട്ട് കോളനീനെ അല്ലെങ്കിൽ ഇന്ത്യനെ മാറ്റുക എന്നുള്ളതാണ് തേർഡ് ഫേസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, അതിലൂടെ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? കോളനികളിലേക്ക് അവരുടെ മൂലധനം ഒഴുക്കുന്നു, എന്നിട്ട് കോളനികളെ കൂടുതൽ ചൂഷണത്തിന് ഇരയാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തിയറീസ് ഓഫ് ഇമ്പീരിയലിസം എന്നതുകൊണ്ട് കാൾ മാർക്സിൻ്റെ തിയറിയിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി ഈ തിയറി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തിയറീസ് ഓഫ് ഇമ്പീരിയലിസം പ്രധാനമായിട്ടും 4 എണ്ണം കൂടി ഉണ്ട്. ഒന്നാമത്തേത് പൊളിറ്റിക്കൽ തിയറിയാണ്, രണ്ടാമത്തേത് കൺസർവേറ്റീവ് തിയറിയാണ്, മൂന്നാമത്തേത് ലിബറൽ തിയറിയാണ്, നാലാമത്തേത് മാർക്സിസ്റ്റ് തിയറീസാണ്. അപ്പോൾ ഇത്രയും 4 എണ്ണം കൂടെ ഈ പൊളിറ്റിക്കൽ തിയറീൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഫസ്റ്റ് വി സീ ഇൻ ദാറ്റ് പൊളിറ്റിക്കൽ തിയറീസ്.
അപ്പോൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ലെനിൻ, കാൾ മാർക്സ് തുടങ്ങിയവരുടെയൊക്കെ തിയറികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ടും ഗ്ലോബലൈസേഷൻ ഒക്കെയാണ് ഇവരുടെ എയിമായിട്ട് ഇതിലൂടെ കാണുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് സൈദ്ധാന്തികമായിട്ടുള്ള ചില രാഷ്ട്രീയ ചിന്തകൾ എങ്ങനെയാണ് സാമ്രാജ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ തിയറികളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇമ്പീരിയലിസം ഈസ് സിംപ്ലി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ബാലൻസ് ഓഫ് പവർ ആൻഡ് ഈസ് ദ process by which the nations try to achieve a favorable change in the status quo. The purpose of imperialism is to decrease the strategic and political vulnerability of a nation. According to this theory, imperialism is simply to manifestation of a power and it is process by which the nations try to achieve favorable change in the existing situation. The purpose of imperialism is to decrease the strategic and political vulnerability by the nation. Such theories were put forwarded by scholars like Benjamin J. Cohen. അപ്പോൾ പൊളിറ്റിക്കൽ തിയറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇമ്പീരിയലിസം ഈസ് സിംപ്ലി എ മാനിഫെസ്റ്റേഷൻ ഓഫ് ബാലൻസ് ഓഫ് പവർ. എന്താ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? വെളിച്ചത്ത് കൊണ്ടുവരിക അല്ലേ? ഇവിടെ എന്താ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്? ബാലൻസ് ഓഫ് പവർ ആണ്, അതായത് അധികാരത്തിൻ്റെ ഒരു ബാലൻസ്. ആൻഡ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ നേഷൻ ട്രൈ ടു അച്ചീവ് എ ഫേവറബിൾ ചേഞ്ച് ഇൻ ദ സ്റ്റാറ്റസ് കോ. അതായത് ഒരു ഫേവറബിൾ ചേഞ്ച് രാഷ്ട്രത്തിനുള്ളിൽ ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റമില്ലാത്തൊരു സ്ഥിതി ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ച് എപ്പോഴും എന്തുണ്ടാവണം? ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഉണ്ടാവണം. ദ പർപ്പസ് ഓഫ് ഇമ്പീരിയലിസം ഈസ് ടു ഡിക്രീസ് ദ സ്ട്രാറ്റജിക് ആൻഡ് പൊളിറ്റിക്കൽ വൾണറബിലിറ്റി ഓഫ് എ നേഷൻ. എന്താ വൾണറബിലിറ്റി എന്ന് പറയുന്നത്? ദുർബലത. അപ്പോൾ ഇമ്പീരിയലിസത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അവർ ഏത് രാഷ്ട്രത്തെയാണോ രാഷ്ട്രീയപരമായിട്ട് അവരുടെ കീഴിലാക്കുന്നത് ആ രാഷ്ട്രത്തിനെ ദുർബലമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇമ്പീരിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി ഇമ്പീരിയലിസം ഈസ് സിംപ്ലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് എ പവർ. പ്രധാനമായിട്ടും എന്താണ് അധികാരം? എന്താണ് ആ അധികാരം? എങ്ങനെയാണ് ആ അധികാരം പ്രയോഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ നേഷൻ ട്രൈ ടു അച്ചീവ് എ ഫേവറബിൾ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ. നിലവിലിപ്പുള്ള സ്ഥിതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഈ പൊളിറ്റിക്കൽ തിയറികളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവണമെന്ന് ഉണ്ടായാൽ മാത്രമാണ് ആ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സിറ്റുവേഷൻ ദ പർപ്പസ് ഓഫ് ഇമ്പീരിയലിസം ഈസ് ടു ഡിക്രീസ് ദ സ്ട്രാറ്റജിക് ആൻഡ് പൊളിറ്റിക്കൽ വൾണറബിലിറ്റി. വൾണറബിലിറ്റി മീൻസ് എന്താണ്? ദുർബലമായ ഒരു അവസ്ഥ അല്ലേ? അപ്പോൾ കൂടുതലും ആധിപത്യം ചെലുത്തുന്നതോടുകൂടി ആ രാഷ്ട്രം കൂടുതലും എന്താ പറയുക രാഷ്ട്രീയപരമായിട്ട് ദുർബലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു രാഷ്ട്രത്തിൻ്റെ മേലെയാണോ സാമ്രാജ്യത്വം വന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രത്തെയാണോ സാമ്രാജ്യത്വത്തിന് ഇടയാക്കുന്നത് ആ രാഷ്ട്രത്തിന് കുറച്ചും കൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ആ രാഷ്ട്രം തീർത്തും സാമ്രാജ്യത്തിൻ്റെ അടിമയായിട്ട് മാറിപ്പോകും. അപ്പോൾ സച്ച് തിയറീസ് വെയർ പുട്ട് ഫോർവേഡഡ് ബൈ സ്കോളേഴ്സ് ലൈക്ക് ബെഞ്ചമിൻ ജെ കോഹൻ്റെ. ബെഞ്ചമിൻ ജെ കോഹൻ്റിനെയും പോലെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള തിയറിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വി സീൻ ദാറ്റ് കൺസർവേറ്റീവ് തിയറിയാണ്. കൺസർവേറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ കൾച്ചറലും സോഷ്യലും അതേപോലെ തന്നെ പൊളിറ്റിക്കലുമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കൺസർവേറ്റീവ് തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇമ്പീരിയലിസം ഈസ് നെസസറി ടു പ്രിസർവ് ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്. It is necessary to secure trade, markets and to maintain employment and export the channel and energies and social conflict of the metropolitan population towards the proper growth. There is a very strong ideological and racial assumption of Western superiority within this body of thought. The proponent of these theories argues for the rational superiority of the white man. കൺസർവേറ്റീവ് തിയറിയിലൂടെ എന്താ കാണുന്നത്? യാഥാസ്ഥിതികമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ തിയറിയിലൂടെ കാണുന്നത് അല്ലേ? അപ്പോൾ ഇമ്പീരിയലിസം ഈസ് നെസസറി ടു പ്രിസർവ് ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസ് എന്നാണ് പറയുന്നത്, വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെയുള്ള സോഷ്യൽ ആയിട്ടുള്ള ഓർഡറിൽ ഒരു പ്രിസർവേഷൻ നമ്മൾ ഇതിലൂടെ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു സെക്യൂർ
ട്രേഡ് മാർക്കറ്റ് ഇത് എന്തൊക്കെ സെക്യൂർ ചെയ്യുന്നുണ്ട്? ട്രേഡ്, അതായത് കച്ചവടം, അതേപോലെ കമ്പോളം, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, അതേപോലെ തന്നെ ആൻഡ് എക്സ്പോർട്ട് ടു ചാനൽ ഓൺ ദ എനർജീസ് ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ മെട്രോപൊളിറ്റൻ പോപ്പുലേഷൻ ടുവേർഡ്സ് ദ പ്രോപ്പർ ഗ്രോത്ത്. ഒരു വികസനം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ ഒരു വളർച്ച ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് സാധിക്കും. ഇപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? യൂറോപ്യൻ കൺട്രീസാണ്. വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊക്കെ പറയില്ലേ. വൈറ്റ് മാൻസ് ബേർഡൻ എന്താണ്? അതായത് വൈറ്റ് മാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ്റെ ഉത്തരവാദിത്വമാണ് അവർ പിടിച്ചെടുക്കുന്ന കോളനികളിലുള്ള ആൾക്കാരെ പ്രബുദ്ധരാക്കുക എന്നുള്ളത് ഇംഗ്ലീഷുകാരൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെയാണ് അവർ ആ കോളനി വ്യാപന സിദ്ധാന്തത്തെയൊക്കെ സാധൂകരിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു തിയറിയാണ് ഈ കൺസർവേറ്റീവ് തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് നെസറി ടു സെക്യൂർ ട്രേഡ് market to maintain employment and export and to channel and the energies and the social conflict of metropolitan population towards the proper growth. There is a very strong ideological and racial assumption ഓഫ് വെസ്റ്റേൺ സുപ്പീരിയോറിറ്റി. ഈ വെസ്റ്റേൺ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ പാശ്ചാത്യ മേൽക്കോയ്മയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ റേഷ്യൽ ആയിട്ടുള്ള അസംഷൻസ് ഒരുപാട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വിതിൻ ദിസ് ബോഡി ഓഫ് തോട്ട്, അതായത് ചിന്താഗതികളിലും കൂടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദ പ്രൊപ്പണൻ്റ് ഓഫ് ദീസ് തിയറീസ് ആർഗ്യൂ ഫോർ ദ റാഷണൽ സുപ്പീരിയോറിറ്റി ഓഫ് ദ വൈറ്റ് മാൻ. അപ്പോൾ ഈ തിയറിയുടെ വക്താക്കൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രൊപ്പണൻ്റ് ഓഫ് ദീസ് തിയറീസ് ആർഗ്യൂ ഫോർ ദ റാഷണൽ, ബൗദ്ധികപരമായിട്ടുള്ള ഒരു മേൽക്കോയ്മ ഉണ്ടാവണം എന്നാണ് ഈ തിയറിയുടെ വക്താക്കൾ. ആരുടെ മേലെ? ഈ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ മേലെ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു മേൽക്കോയ്മ നിലനിർത്തണം. എങ്കിൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവാൻ പറ്റുള്ളൂ? സോഷ്യലായിട്ടൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് കൺസർവേറ്റീവ് തിയറിയുടെ വക്താക്കൾ ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് വി സീൻ ദാറ്റ് ലിബറൽ തിയറീസ് ആണ്. ലിബറൽ തിയറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ജെ.എ. ഹോഫ്സ്മാൻ ആൻഡ് നോർമൽ ഏഞ്ചൽ തുടങ്ങിയ വ്യക്തികളാണ്, രണ്ട് സ്കോളേഴ്സാണ് ഈ ലിബറൽ തിയറിയുടെ വക്താക്കളായിട്ട് കാണുന്നത്. ബാലൻസ് ഓഫ് ഫ്രീഡം ആസ് മച്ച് ഓർ മൂവ് ദാൻ വിത്ത് ദ ബാലൻസ് ഓഫ് ട്രേഡ്, അതാണ് പ്രധാനമായിട്ടും ലിബറൽ തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജെ.എ. ഹോബ്സൺ അതേപോലെ നോർമൽ ഏഞ്ചൽ തുടങ്ങിയ രണ്ട് സ്കോളേഴ്സാണ് ഈ തിയറി ലിബറൽ തിയറീസ് ഓഫ് ഇമ്പീരിയലിസം കൊണ്ടുവന്നത്. According to these people who supported these theories, the imperialism is known as inevitable consequence of capitalism. Overseas expansion is not inevitable to state can solve a problem of underconsumption by increasing the income level of the majority of the population either through legislation concerning wage level or through income transfer. അപ്പോൾ H.A. ഹോബ്സൺ ആൻഡ് നോർമൽ ഏഞ്ചൽ തുടങ്ങിയ രണ്ട് സ്കോളേഴ്സ് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ലിബറൽ തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലിബറൽ തിയറി എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലിബറൽ ആയിട്ടുള്ള കുറച്ച് ഫ്രീഡം അല്ലെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ് ഓഫ് ട്രേഡ്, അതാണ് പ്രധാനമായിട്ടും ഈ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തിയറിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇമ്പീരിയലിസം ഈസ് നോൺ ആസ് ദ ഇന്നെവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനന്തരഫലമാണ് ശരിക്കും ഈ ഇമ്പീരിയലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓവർസീസ് എക്സ്പാൻഷൻ ഈസ് നോട്ട് ഇന്നെവിറ്റബിൾ ഫോർ എ സ്റ്റേറ്റ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഈ ഓവർസീസ് എക്സ്പാൻഷനൊന്നും ഒരു സ്റ്റേറ്റിൻ്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. ഓഫ് അണ്ടർ കൺസംഷൻ ബൈ ഇൻക്രീസിങ് ദ ഇൻകം ലെവൽ ഓഫ് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷൻ്റെ ഇൻകം ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഓവർസീസ് എക്സ്പാൻഷൻ ഒന്നും ഇറ്റ് ഈസ് നോട്ട് എവിറ്റബിൾ, ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ എന്നാണ് പറയുന്നത്. ഐദർ ത്രൂ ലെജിസ്ലേഷൻ കൺസേണിങ് വേജ് ലെവൽ ഓർ ത്രൂ ഇൻകം ട്രാൻസ്ഫർ. എന്തെങ്കിലും ഒരു മാറ്റം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഐദർ ത്രൂ ലെജിസ്ലേഷൻ കൺസേണിങ് വേജ് ലെവൽ, എന്തെങ്കിലും വേജ് ലെവലിൽ ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, ഓർ ത്രൂ ഇൻകം ട്രാൻസ്ഫറിൽ ഒരു മാറ്റം വേണം എന്നാണ് എന്തിൽ
തിയറിക്കാർ ആവശ്യപ്പെടുന്നത്? ലിബറൽ തിയറീസ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജെ എ ഹോബ്സനും നോർമൽ ഏഞ്ചൽ എന്നീ 2 ആളുകളാണ് ഈ ലിബറൽ തിയറി ഓഫ് ഇമ്പീരിയലിസത്തിൻ്റെ വക്താക്കൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് ഫ്രീഡം ആസ് മച്ച് ഓർ മോർ ദാൻ വിത്ത് ദ ബാലൻസ് ഓഫ് ട്രേഡ്. ഫ്രീഡമാണ് ഏറ്റവും കൂടുതൽ, ട്രേഡിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഫ്രീഡത്തിനാണ്. അതോടൊപ്പം തന്നെ ഇന്നെവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് ക്യാപിറ്റലിസം ത്തിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓവർസീസ് എക്സ്പാൻഷൻ ഈസ് നോട്ട് ഇന്നെവിറ്റബിൾ. എ സ്റ്റേറ്റ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഒരു സ്റ്റേറ്റിന് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഓവർസീസ് എക്സ്പാൻഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, മറിച്ച് അതിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കൺസേണിങ് വേജ് ലെവൽ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ത്രൂ ഇൻകം ട്രാൻസ്ഫർ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ലിബറൽ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 4ാമത്തെ തിയറിയായ മാർക്സിസ്റ്റ് തിയറിയാണ്. അതായത് ചൂഷണരഹിതമായ ഒരു സൊസൈറ്റി, അതാണ് മാർക്സിസ്റ്റ് തിയറി കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് അല്ലേ. അക്കോർഡിംഗ് ടു ദ മാർക്സിസ്റ്റ് തിയറീസ്, imperialism arises because of the increased concentration of wealth in the hand of a few, which leads to underconsumption. The state which promote the capitalist will not increase the income of the lower classes through any means and thus fails to reduce underconsumption. The capitalist urge for establishing colonies. In their struggle to establish colonies, the rich industrialized countries divided the world and fought against each other. Lenin supported this idea and helped the view that imperialism is the highest form of capitalism. According to Marxist theories, imperialism arises because the increased concentration of wealth in the hand of a few. അതായത് കുറച്ച് ആൾക്കാരുടെ കൈകളിൽ ഉപഭോഗം നടക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ആൾക്കാരുടെ കൈകളിൽ എല്ലാ വെൽത്തും കൂടുന്നതിനെയാണ്, എല്ലാ വെൽത്തും അടിഞ്ഞുകൂടുന്നതിനെയാണ് പ്രധാനമായിട്ടും ഈ മാർക്സിസ്റ്റ് തിയറിക്കാരെ എതിർക്കുന്നത്. ദ സ്റ്റേറ്റ് വിച്ച് പ്രൊമോട്ട് ദ ക്യാപിറ്റലിസ്റ്റ് വിൽ നോട്ട് ഇൻക്രീസ് ദി ഇൻകം ഇൻ ദ ലോവർ ക്ലാസ്സസ്. ഏറ്റവും താഴ്ന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഇൻകം എത്തുന്നില്ല. അത് സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ആൾക്കാരുടെ കൈകളിൽ, ഹാവ്സ് എന്നും ഹാവ് നോട്ട് എന്നൊക്കെയുള്ള വിഭജനമില്ലേ, അപ്പോൾ ഈ ക്ലാസ് ഡിവിഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ലോവർ ക്ലാസ്സസിൻ്റെ കൈകളിലേക്ക് ഇൻകം എത്തുന്നില്ല ത്രൂ എനി മീൻസ് ആൻഡ് ദസ് ദ ഫെയിൽ ടു റെഡ്യൂസ് അണ്ടർ കൺസംഷൻ. അണ്ടർ കൺസംഷൻ എന്നുള്ള ടൈം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് അണ്ടർ കൺസംഷൻ ഓഫ് ലെസ് ദാൻ പ്രൊഡ്യൂസ്ഡ്, that is caused by insufficient purchasing power and is a cause of business depression. അതാണ് പ്രധാനമായിട്ടും ഇതിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ലോവർ ക്ലാസ്സസിൻ്റെ കൈകളിലേക്ക് കുറച്ചും കൂടെ ഇൻകം എത്തിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ലഭ്യമാവുകയുള്ളൂ. റെഡ്യൂസ് അണ്ടർ കൺസംഷൻ, ദ ക്യാപിറ്റലിസ്റ്റ് ഏർജ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കൺസംഷൻ താഴ്ന്ന ആൾക്കാർക്ക് കൊടുക്കാതെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏർജ് ചെയ്യുകയാണ്. ഏർജ് ചെയ്യുക മീൻസ് പ്രേരിപ്പിക്കുകയാണ്. ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്, കൂടുതൽ കോളനികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ക്യാപിറ്റലിസ്റ്റുകൾ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? മാർക്സിസ്റ്റ് തിയറിക്കാർ പറയുന്നത്. ഇൻ ദ സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് കോളനീസ്, ദ റിച്ച് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഡിവൈഡഡ് ദ വേൾഡ്. അപ്പോൾ ഈ കോളനികൾ സ്ഥാപിക്കുന്നതിനുള്ള ഈ കിടമത്സരം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ മാർക്സിയൻ തിയറിയൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ മാർക്സിയൻ തിയറിക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഡിവൈഡഡ് ദ വേൾഡ്, ഈ ലോകത്തെ തന്നെ വിഭജിക്കപ്പെടുന്നു. അതായത് സമ്പന്ന രാജ്യങ്ങളെന്നും ദരിദ്ര രാജ്യങ്ങളെന്നും എന്നിങ്ങനെയൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വിഭജിക്കപ്പെടുന്നു. ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിപ്പിക്കുന്ന രാജ്യങ്ങളാക്കിയിട്ട് മാറ്റുകയും ചെയ്യുന്നു. അപ്പം ലെനിനെ പോലെയുള്ള ചിന്തകന്മാരൊക്കെ ഇങ്ങനെയുള്ള ഐഡിയാസിനെ, കാൾ മാർക്സിൻ്റെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഹെൽപ്ഡ് ദ വ്യൂ ദാറ്റ് ഇമ്പീരിയലിസം ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പീരിയലിസം. നേരത്തെ പറഞ്ഞു കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്സിസ്റ്റ് തിയറിക്കാർ പറയുകയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് എന്ത്? ഇമ്പീരിയലിസം. അല്ലെങ്കിൽ ഇമ്പീരിയലിസവും ക്യാപിറ്റലിസവും പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഏത് തിയറിക്കാർ പറയുന്നത്? മാർക്സിസ്റ്റ് തിയറിക്കാർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.